നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ചേട്ടായി ചേച്ചിയൊക്കെ പോകാനായിട്ടുള്ള പെട്ടിയൊക്കെ എല്ലാം റെഡിയാക്കി ഇന്നലെ തന്നെ വെച്ചതാണ്. ബാക്കി ഫൈനൽ പാക്കിങ്ങുകൾ മാത്രമേ ഇനിയുള്ളൂ. രാവിലെ നല്ല തണുപ്പാണ്. രാവിലെ വല്ലു തേക്കുന്നുണ്ട്. കാപ്പി കുടിക്കണം. എല്ലാവർക്കും ക്ഷീണമാണ്. എനിക്കും പനിയുടേതായ ക്ഷീണം ഉണ്ട്. പുതപ്പ് തലയാണെ പൊഞ്ഞിട്ട് വെച്ചേക്കണം. വല്ല ചേച്ചാ വല്ല ചേച്ചി കഴിഞ്ഞോ? എന്നാ പത്തേക്ക് കഴുകുന്നില്ലേ? അമ്മ സസ്പെൻഷൻ നിരീക്ഷിക്കുന്ന അവിടെ എന്നാ പരിപാടി എന്നതാ. കഴിയാമേ കഴിച്ചോട്ടോ. പല്ല് തേച്ച് കഴുകിയോ? ഗ്യാസിന് തീർന്ന ഗുളിക. ഗ്യാസിന്റെ ഗുളിക കൊടുത്തിരിക്കണം. ആ മരുന്ന് കഴിച്ചോ. ആ പിന്നെ കാപ്പി ഏത്തപ്പഴം പൊടിയാണ് അമ്മ കഴിക്കുന്നത് അല്ലേ? പോകാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. ആ കഴിപ്പായിരിക്കും. അത് ഇതിൻ്റെ പനിയുടെയാ. കുറഞ്ഞു വരുമ്പോഴല്ലേ കൂടുതൽ ഇതുണ്ടാകുന്നത്, ക്ഷീണം ഉണ്ടാകുന്നത്. എൻ്റെ മുഖം കുറച്ചും കൂടെ കുഞ്ഞായിപ്പോയോ? ക്ഷീണം ക്ഷീണമുണ്ട്. അത് ആയിട്ട് എണീറ്റ് വരുമ്പോൾ പാടാന്നേ. വൈകിട്ട് നന്നായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? ഉറങ്ങി തന്നെ ഉറങ്ങി പോവാം. വായിക്ക് രുചി കാണിയില്ല. വായിക്ക് രുചി കാണിയില്ല. അപ്പം ആരൊക്കെ ഇപ്പം ഗുളിക എടുത്ത് കടിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഇരുന്ന് കുറച്ച് കുറച്ച് തിന്നു. വേറെ വല്ലതും കൊടുത്താൽ കഴിക്കോ? മൊത്തത്തിൽ വേണ്ട. ഇനിയിപ്പം ഉച്ചയ്ക്ക് വല്ലതും കൊടുത്താൽ മതി. അമ്മ കിടന്ന് നല്ല സൂപ്പറായിട്ട് ഉറങ്ങുമായിരുന്നു. രാവിലെ ഇച്ചിരി ക്ഷീണം പോലെ ഉണ്ടായിരുന്നു. കഞ്ഞി കുടിക്കുക? കഞ്ഞി കുടിക്കാം. വാ, ചോറിനാം. വാ, ഏറ്റുവാ ഏറ്റുവാ എണീക്ക്. രാവിലെ ഇച്ചിരിയല്ലേ കഴിച്ചുള്ളൂ? രാവിലെ ഇച്ചിരിയല്ലേ കഴിച്ചുള്ളൂ? വാ, ഏറ്റുവാ. രാവിലെ ഇച്ചിരിയല്ലേ കഴിച്ചുള്ളൂ? വാ, കഴിക്കാൻ ഏറ്റുവാ. കഞ്ഞി കുടിക്കാൻ ഏറ്റുവാ. കഞ്ഞി കുടിക്കാനേ. കഞ്ഞി കുടിക്കാൻ. കഞ്ഞി കഞ്ഞി കുടിക്കാനായിട്ട്. കഞ്ഞി കുടിക്കാനോ? കഞ്ഞി കുടിക്കാറായില്ല. കഞ്ഞി കുടിക്കാറായി. ഏറ്റുവാ. നല്ല ഉറക്കമായിരുന്നു. നല്ല ക്ഷീണമായി പനി വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഏറ്റോ കഞ്ഞി കുടിക്കാൻ എണീറ്റ് വാ. കഞ്ഞി കുടിക്കാൻ എണീറ്റ് വരാൻ. കഞ്ഞിയോ? ആ, കഞ്ഞി എന്താ കുടിക്കണം? കഞ്ഞി നേരത്തെ കുടിച്ചില്ല. ഇല്ല, ഒന്നും കഴിച്ചില്ല. രാവിലെ ഇച്ചിരിയല്ലേ കഴിച്ചുള്ളൂ. ഇപ്പം എന്നാ കുടിക്കാൻ? വാ, ഉച്ച സമയം. വാ, എണീറ്റ് വാ. ഞാൻ കുടിക്കണേ. വാ വാ, എണീക്ക് എണീക്ക്. ഇച്ചിരി കഴിക്കണം. വാ. ചേച്ചി മോളവിടെ എടുക്കുന്നുണ്ട്. വാ, ഏറ്റ് വാ. കേക്ക് വാ വാ വാ, ഏറ്റ് വാ. വാ, ഏക്ക്. എണീറ്റ് വാ. ഏത്? അതൊരു ചെരിപ്പല്ലേ. എനിക്ക് ആകെപ്പാടെ ഒരു മന്ദതയാണ്. എല്ലാവർക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വന്നാൽ എനിക്കിപ്പം വന്നപ്പോഴല്ലേ വിവരം മനസ്സിലായത്. പിന്നെ അമ്മേനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വയ്യാതിരിക്കുന്ന അമ്മേനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എണീക്ക് വാ. മാറ്റിയിട്. വായിട്ട് വാ. ക്ഷീണമാണ് ഭയങ്കരം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വാ, കഞ്ഞി കുടിക്കാനേക്ക്.
ഇത് പോയി കിടക്കാൻ നോക്കും. കിടക്കാറൊന്നും ആയില്ല, വാ കഞ്ഞി കുടിക്കണ സമയമാണ്. ഏറ്റു വാ, നിങ്ങൾ പോയി ചെയ്യാനുള്ളവർ ചെയ്യും. കഞ്ഞി കുടിക്കാം, വാ ഏറ്റു വാ ഏറ്റു വാ. കഞ്ഞി എടുത്ത് വെച്ചു. ഓരോരുത്തർ ചെയ്യാനുള്ള അവരോട് ചെയ്ത് തീർത്തേക്കും പോയി കിടക്കാൻ നോക്കും. വാ, എൻ്റെ ചേച്ചിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വാ കഴിക്കാനുള്ളത് കഴിച്ചു കഴിക്കാനാ, വാ കഴിക്കാനാ വിളിക്കുന്നത്. ഏറ്റു വാ മറ്റുള്ളവരെ കുട്ടിക്കൊണ്ട് നടക്കാം. ഏറ്റു വാ. മറ്റുള്ളവർ ചെയ്യാനുള്ളത് അവർക്കറിയാം. ഞങ്ങൾ ചെയ്തോളാം. അതുകൊണ്ട് കാര്യമില്ലല്ലോ, വേറെ ആരും പറഞ്ഞു തരാൻ വരണ്ട. കഞ്ഞി കുടിക്കണ്ടേ? ഏറ്റു വാ. ക്ഷീണം ഉള്ളതുകൊണ്ടാന്ന്, ക്ഷീണമുണ്ട് അതാണ്. വാ ഏറ്റു വാ, എൻ്റെ കഞ്ഞി എടുത്ത് വെച്ചിരിക്കുന്നു. വാ ഇച്ചിരി കഞ്ഞി കുടിക്കാന്നേ, രാവിലെയും കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. വാ വാ ഏറ്റു വാ, ഇച്ചിരി കഞ്ഞി കുടിക്കാം, അതൊക്കെ ക്ഷീണം മാറും. എന്നിട്ട് വാ ഏറ്റു വാ, എന്നാന്നേ ഇച്ചിരി കഞ്ഞി കുടിക്കാന്നേ, ഇച്ചിരി കഞ്ഞി കുടിക്കാം. കഞ്ഞിയോ? ആ കഞ്ഞി കുടിച്ചോളാം. സമയമായി, നമുക്ക് ഒരുമിച്ച് കഴിക്കാന്നേ. കുടിക്കാൻ സമയമായോ? പിന്നെ ഇവരൊക്കെ പോവാ, ഞങ്ങള് പോവല്ലേ. വൈറ്റ് വാ. കാരണന്മാരോട് ചോദിക്കട്ടെ. ആ സാറില്ല, കാരണന്മാർ അനുവദിച്ചിട്ടുണ്ട്. വീട്ട് വാ, എണീക്ക് എണീക്ക്. നല്ല ക്ഷീണമുണ്ട് അതാണ്. ഒന്ന് ഏറ്റതാ, ഏറ്റിട്ട് പിന്നെയും കിടത്താം. ചേച്ചി ഒന്ന് വിളിച്ചേ. വാ ഏറ്റ് വാ. വാ 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 അമ്മ വാ, അമ്മങ്ങടെ വാ, അമ്മങ്ങടെ വന്നം. സമയം കളയാതെ. ആ അതാ പറഞ്ഞ സമയം കളയണ്ട, വാ നീറ്റ് വാ. വാ 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 കഞ്ഞി കുടിക്കാൻ വാ, കഞ്ഞി കുടിക്കാൻ വാ, കഞ്ഞി കുടിക്കാൻ. കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി കുടിക്കുന്നതിന് എന്നാ ചെയ്യാനാ വന്നെ? ഏറ്റ് വരണ്ടേ? വാ, നമ്മുടെ അവിടെ പോയിട്ട് കഴിക്കണ്ടേ? കഴിക്കാൻ അവിടെ ആളില്ലേ? ആ അമ്മ കഴിക്കണ്ടേ? ഇവരില്ലാണ്ട് അവരെ കഴിക്കാൻ നിൽക്കുക. അവിടെ ശങ്കരിയുണ്ട്, ലിസിമോളുണ്ട്, ജോമോള് പള്ളിയിൽ പോയിരിക്കുക. അമ്മയ്ക്കൊരു രീതിയുണ്ട്, ആ രീതിയിലിടണം. അമ്മയുടെ രീതിയിലിടണം. അല്ലല്ല, അമ്മ തന്നെ അത് കറക്റ്റായിട്ട് ഇട്ടോളും. ആ കാല് തട്ടി ഈ കാല് തട്ടി അമ്മ ഇടും. കിടന്ന് നന്നായിട്ട് ഉറങ്ങി. നല്ല ക്ഷീണമാന്നേ, അതാണ്. ആ ഇറങ്ങി, നല്ല ഉറക്കമായിരുന്നു. ഞാൻ 2-3 തവണ നോക്കിയപ്പോൾ എല്ലാം നല്ല ഉറക്കമായിരുന്നു. കപ്പളങ്ങാത്തോരാണെന്ന്. ആ ആ അവിടെ ഉപ്പ് പോരെങ്കിൽ പറയണേ. അധികം കഴിക്കണ്ട, പക്ഷെ ഉപ്പില്ലെങ്കിൽ ടേസ്റ്റിലൊന്നും. അല്ല അത് പറയും, വലിയ പറയും, എന്നേരം പറയും. എടുത്തോട്ട് വരാം. ഇത് മുട്ടക്കറി, ഇത് മുട്ട, മീൻ, മുട്ട ഇത് ചെയ്ത് മുട്ട പൊരിച്ചത്. മുട്ടാകുമ്പോൾ ഇനിയല്ലായിരിക്കും കേട്ടോ. എന്നാ മകന് കൊടുത്തേര്. നമുക്ക് തോരനും മീനും കൊടുത്താൽ മതി, മുട്ട കഴിക്കാൻ സാധ്യത കുറവാണ്. ഉപ്പുണ്ടാവേ? ഉപ്പുണ്ടോ? ഉപ്പുണ്ടോ? ഇവിടെ കയ്യാ പറ്റിയത്, ഇവിടെ കയ്യാ നോക്കിയത്. കഞ്ഞി കുടിക്കട്ടെ.
പറ്റും പറ്റും കഴിക്കുന്നില്ല. വെള്ളം കുടിക്കുക അത് കഴിഞ്ഞിട്ട്. എന്താ കഴിയും ഫിക്സ് ചെയ്തതാ അമ്മന്റെ ചേച്ചിയുടെ കയ്യ ഭയങ്കര ഫിക്സ് ചെയ്ത് മൈലാഞ്ചി. ഇത് സമയമെടുത്ത് ചെയ്യുന്ന പരിപാടി അത്. അതെന്നാ തോരനാ അമ്മ അത്? അതെന്നാ തോരൻ? എന്നാ കറിയാ അത്? എന്നാ അത്? ആ അതിന് ആവേശത്തിന് മധുരമുണ്ട്, പുളിയുണ്ട്, ആണോ? അതെന്നാ സാധനം? ഉപ്പുണ്ട്, ഒക്കെയുണ്ട്. കപ്പളങ്ങയല്ലേ? കപ്പളങ്ങയാണോ? എല്ലാ കൂട്ടവും. ആണോ? കപ്പളങ്ങ തോട്ടല്ലേ? പപ്പായ. ഏ? പപ്പായ. അത് പറഞ്ഞാൽ നമുക്കറിയില്ലേ. പപ്പായ തോരൻ. കപ്പളങ്ങയല്ലേ? ഒരുത്തി സ്പൂണുമായിട്ട് കുസ്തി പിടിക്കുന്നു. പപ്പായയും പപ്പായ ഉപ്പാവും പഴവും കൂടെ. പപ്പായയും പഴവും. ഇപ്പൊ മതിയോ? ഇപ്പൊ ഉണ്ടോ അതിന്? ഉണ്ട്. പുല്ലെന്നേരം അമ്മ പറയും. വെള്ളച്ചവയാ പുല്ലെന്ന് പറയും. നല്ല പപ്പായ. പുളിയുണ്ട് ആവശ്യത്തിന്. മധുരവും പുളിയൊക്കെ ഉള്ളതാണ്. ഭയങ്കര രുചി കാണിയല്ല, വലിയത് കാണിയല്ല, മുട്ട ഒഴിച്ചില്ലേ? മുട്ട കഴിക്കില്ല. വേണോ? മീൻ തരട്ടെ? ഏ? അല്പം മീൻ തരട്ടെ? ഈനം ആ അത് വേണ്ട, വേണ്ട? ഇത് മതി. അയ്യോ. അത് കഴിയുമ്പോ ഇച്ചിരി കഞ്ഞിയിടാം. ഞങ്ങളോട് കഞ്ഞി വേണോ? കഴിക്കും. ആ വേണ്ട, മതിയോ? മതി. ഇച്ചിരി കൂടെ ഇടാം. നീ മതി, മതി, ഇത് കഴിക്കാന്നേ. മതിയെന്നേ. ഞാൻ വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇടാം. അത് മതി, ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിനെല്ലാം വെച്ചാൽ കഴിക്കാവുന്നത് വെച്ചാൽ പല എലിക്കുട്ടിയമ്മ അമ്മ എത്ര കഴിക്കുന്നതല്ലേ? വേണ്ടാത്തതെല്ലാം വെച്ചത്. അമ്മ എത്ര കഴിക്കുന്നതല്ലേ? വീട്ടിലെ അമ്മയുടെ അടുത്താ. ഉപ്പുണ്ടോ നോക്കിയമ്മേ? ഉപ്പുണ്ടെന്ന് തോന്നുന്നു. അല്ലേ പിന്നെ പറഞ്ഞേ മതിയായിരിക്കും. ഇത് നോക്കിയേ. മതിയായിരിക്കും അല്ലേ പറഞ്ഞേനെ? ആണല്ലേ? ഇത് 12:30 രാത്രി. ഇത് ക്ഷീണമാ അമ്മ അങ്ങനെ. അമ്മേ ഉണ്ണിക്കുട്ടൻ പറയുന്നു. ഉണ്ണിക്കുട്ടനേ, എൽസിയുടെ മോൻ ഉണ്ണിക്കുട്ടനില്ലേ? ഉണ്ണിയില്ലേ? ഉണ്ണി അവനായി ഫോണിൽ കൂടി സംസാരിക്കുന്നത്. അബ്ബയോട് അമ്മയ്ക്ക് എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നു. ഞാനാ. വിശേഷമൊന്നുമില്ല, സുഖം തന്നെ. മോനെ എവിടെയാന്ന് ചോദിച്ചു അമ്മച്ചി. ചേച്ചി അവനോട് ഉണ്ണി എവിടെയാന്ന് ചോദിച്ചു. ആണ്ട കുഞ്ഞുമാവാ. എവിടെയാ? ഓസ്ട്രേലിയ. കുഞ്ഞുമാവ അവനൊരു കുഞ്ഞുമാവ ഉണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞുമാവ വെച്ച നീ എന്താ വണ്ടേ? അടുത്ത വർഷം വരുമായിരിക്കുന്നു. അടുത്ത വർഷം വരുമായിരിക്കുന്നു. എത്രയുള്ളോ? അയ്യോ, അതേ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പം വീഡിയോ കോൾ ആണെങ്കിൽ എടാ നിനക്കത് വീഡിയോ കൺവെർട്ട് ചെയ്യാടാ. ഫോട്ടോ ഇത് കണ്ടോമേ? കുഞ്ഞുമാവേനെ കണ്ടോ? ഇത് കണ്ടോമേ? കുഞ്ഞുമാവേനെ കണ്ടോ? കണ്ടു വിളിച്ചാലിങ്ങനെ വാവാ. ജോർഡൻ. ആവേ കുഞ്ഞുമാവ. മഴ അവളായി ഒക്കെ പൊട്ടിക്കുക. വാവയ്ക്കൊരു ഉമ്മ കൊടുത്തരമ്മച്ചി. ഒരു ചക്കര ഉമ്മ. ഒരു ചക്കര ഉമ്മ കൊടുത്തരും. ചെല്ലാൻ പറ്റിയ അടുക്കാൻ പറ്റിയല്ല. അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉമ്മാന്ന് പറഞ്ഞത്. ഉമ്മ
ഇന്നോ ചിരിച്ചു കഴിച്ചല്ലോ. ചിരി വന്നു. തിരിച്ചു കാണിച്ചു അല്ലേ? ചിരിക്കാൻ അറിയത്തില്ല. ഒരു പുഞ്ചിരിയാ. കുഞ്ഞുവാവയല്ലേ? അത് വാവയാ. ഉണ്ടായിട്ട് അതിന് സായില്ല, ആളായില്ലല്ലോ. അമ്മേൻ്റെ ചോദിച്ചാ അവൻ്റെ അത് എന്നാ പ്രായമുണ്ട്? 3 വയസ്സ് 4 വയസ്സ്. 1 വയസ്സായി. ഇത് കുഞ്ഞനല്ലേ? തീരെ കുഞ്ഞ്. 3 മാസം 4 മാസം. ഇത് ജോബിട്ടനല്ലേ? ഇല്ലല്ലോ. ജോലല്ലോ. ആ 4 മാസമല്ലേ? ആ 4 മാസം. 4 മാസമേ ആയുള്ളൂ അമ്മേ. എത്രയാ? 4 മാസം കൊച്ചിനോ? പ്രായം. അയ്യോ കുഞ്ഞു വാവയാ. എന്നാ പ്രായമുണ്ട്. എന്നിട്ടും കാണിക്കണമല്ലേ? ചാടി കളിക്കുവാന്ന്. അമ്മേനെ കണ്ടപ്പോ അവൻ ചാടി. അവന്റെ അമ്മേന്റെ എന്ത് ചോദിച്ചേ? ഈ ഭക്ഷണം അതിന് കൊടുക്കാൻ കൊള്ളുകയില്ല. അത് കൊടുക്കാൻ പറ്റില്ല അവന്. അവന് വേറെ ഭക്ഷണം. പ്രായത്തിനനുസൃതമായ ഭക്ഷണമല്ല. ജോട്ട് കിടപ്പാടാ. ജോട്ട് സ്കൂളിൽ പോയോ? ഉറങ്ങണം. വൈകിട്ടോ അമ്മയോട് ചോറും വേണോന്ന്. കഞ്ഞി കുടിക്കാന്ന് പറ. ഞാൻ അമ്മ കഞ്ഞി കുടിക്കുവാണോന്ന് ചോദിക്കാം. ആ അതെന്ത് പറയാൻ പറ്റാ. അമ്മ പറഞ്ഞോ, ഞാൻ കഞ്ഞി കുടിക്കാന്ന് പറ. അതെ. എനിക്ക് എന്നെ കറിയെന്ന് പറഞ്ഞേ. കറി എന്നാ? കറി പ്രത്യേകിച്ചൊന്നും ഇല്ല വരെ. കപ്ലങ്ങ തോരൻ, മോര്, മീനൊക്കെയുണ്ട്. മീന്, മീൻ, കപ്ലങ്ങ തോരൻ, പുളിശ്ശേരി, പുളിശ്ശേരി, പിന്നെ ഉപ്പ്. ഉപ്പ് കറിയാണോ? ഇതോ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ക്രിസ്മസ് ക്രിസ്തുമസ് ക്രിസ്മസോ? അതെങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ കഴിഞ്ഞു. ക്രിസ്മസൊക്കെ വളരെ ആഘോഷമല്ലേ. മോനെ സുഖാണോ? ആണോ? ആണെന്നോ? അമ്മച്ചിക്ക് സുഖമാണോന്നോ? അമ്മച്ചക്ക് സുഖാണോ? അമ്മയ്ക്ക് സുഖമല്ലേ? അമ്മച്ചക്ക് സുഖമല്ല. ആ എനിക്ക് പനിയാന്ന് പറ. പനിയാന്നോ? പനി ക്ഷീണമാന്ന് പറ. ഇതിനാകുമ്പോ വസ്ത്രമൊന്നുമില്ല. അത്രയൊന്നുമില്ലേ? വിളിച്ചിട്ട് വന്നല്ലേ അവൻ? ഞാൻ കുടിച്ചിട്ട് വന്നു. പിന്നെ കൈ എന്തോ എടുക്കാൻ നോക്കുവാണേ. സ്കൂളിൽ പോയിട്ട് വന്നു. സ്കൂളിൽ പോയിട്ട് വന്നത്. ശരി, അവിടെ വൈകുന്നേരമായല്ലോ. അമ്മച്ചിക്ക് ചെറിയ പനിയും തളർച്ചയൊക്കെയാണ്, ക്ഷീണമൊക്കെയാണ് അല്ലേ? ചെറിയ തോതിൽ ഭക്ഷണത്തോടൊക്കെ മടുപ്പാണ് അമ്മച്ചിക്ക്. ക്ഷീണം, മരുന്നുണ്ട്. വൈറൽ പനി. കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു. അങ്ങനെ വലിയ തീവ്രമായിട്ടുള്ള അസുഖമല്ല, പക്ഷെ ക്ഷീണവും. അവർക്ക് കൊടുക്കാവുന്ന അല്ല, അമ്മക്ക് മരുന്നില്ലേന്ന്. അമ്മ മരുന്ന് കഴിക്കുന്നുണ്ടോന്ന്. അവളുടെ പേരൊക്കെ ചോദിച്ചേ. മോടെ പേരെന്നാ? മരിയ. 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 മരിയായോ? നല്ല പേരല്ലേ? ആ മരിയായാണോ? ആ മരിയയ്ക്ക് സുഖാണോ? എല്ലാവർക്കും സുഖം. കുഞ്ഞാവനെ കണ്ടോ? എന്തോ? കുഞ്ഞുവാവെ കണ്ടോന്ന്. കുഞ്ഞാവനെ കണ്ടോന്ന്? എന്നോ? കുഞ്ഞുവാവെ കണ്ടോന്ന്. കുഞ്ഞുവാവനെ ഇപ്പൊ കണ്ടില്ലേ? കുഞ്ഞുവാവേ? ആ അതെ അതെ. അമ്മ ഉമ്മയൊക്കെ കൊടുത്തല്ലേ? കുഞ്ഞുവാവെ കണ്ട് 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 അമ്മ ഉമ്മയൊക്കെ കൊടുത്തില്ലേ? കണ്ട് ചാടി വല്ലേ. കുഞ്ഞുവാവ വാ. വരത്തില്ല. അമ്മയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ? നമുക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങോട്ടാ പോകണ്ടേ നോക്കുക. വാവെ കണ്ടപ്പോ അമ്മയ്ക്ക് സന്തോഷം. അമ്മയുടെ ക്ഷീണം മാറി. പാത്രങ്ങളൊക്കെ ഇരിക്കണതുകൊണ്ട് നോക്കി ചിരിക്കുക. അപ്പൊ ഇടയ്ക്കൊക്കെ നിങ്ങൾ വാവേനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും കേട്ടോ. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോട് വലിയ ഇഷ്ടമാണ്.
ഇതിലൂടെ എന്ത് സാധനമാണ് പോണേ? ആ കഞ്ഞി കുടിക്ക്. എന്നാ ഇനി അമ്മ കഞ്ഞി കുടിച്ചേ. അത് കുടിച്ചേ. കഞ്ഞി കുടിച്ചേ. കഞ്ഞി കുടി. കഞ്ഞി കുടി. ആ വണ്ടിയെ പോക്കോട്ടെ. വണ്ടി സ്കൂളിൽ പിള്ളേരൊക്കെ പോണ. വണ്ടിയെ പോക്കോട്ടെ. അമ്മ കഞ്ഞി കുടിക്ക്. ബാക്കി കുടിക്ക്. ഹലോ. കഞ്ഞി കുടിക്ക്. ഞങ്ങളങ്ങനെ പോരാനുള്ള ഇത് പരിപാടിയായി. കുടിക്ക്. എടുത്ത് കുടി. സമയായി. വാവേ ഇത് കഞ്ഞി കുടി. ഇത് വേണം. ഇത് തന്നെ. ഇത് കുടിക്ക്. കഞ്ഞിവെള്ളം കുടി. കുടിക്ക്. ചാടുവാണോ? കഞ്ഞി കഴിച്ച പക്ഷേ ഇന്നവിടെ 40. ഇതാരാ അറിയോ? പറഞ്ഞാലറിയും. അതായത് മെൽബണില് 40 ഞങ്ങൾ കേട്ടായിരുന്നു. അത് കുടിക്ക്. അത് കൂടെ കഴിക്ക്. നാളെ കുറച്ചുകൂടി താഴും. ഇത് മതിയെ. ഈ അത് കുടിച്ചോ. മതിയായി. മതിയായൊന്നുമില്ല. അത് കഴിക്കാം. കഴിച്ചോ. വേണ്ട. എന്നാ ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം കേട്ടോ. കഴിച്ചിട്ട് പോകാനുള്ള കഴിക്ക്. ഓക്കെ, അവിടെ വന്നിട്ട് വിളിക്കാം. ആ എന്നാ ശരി. ഓക്കെ ബൈ. അമ്മയോടല്ല, അവരോട് പറഞ്ഞാ, വാവയോട് പറഞ്ഞാ. ദിവസം പറയുമ്പോ നാളെ. യാത്ര തുടങ്ങുന്നത് നാളെയാണ്. ഫ്ലൈറ്റ് കയറുന്നത് നാളെയാ. പക്ഷെ ഫോണ് നിന്ന് പോണം. കഴിക്ക്. വേണ്ട. വേണം. ആ വെള്ളം കുടിക്കേ. ആവശ്യത്തിന് മാത്രം കഴിച്ചിട്ട് വേണ്ട. ആ വെള്ളം കുടിക്കേ. കഞ്ഞിവെള്ളം കുടിച്ചോ. കഞ്ഞിവെള്ളം കുടിച്ചോ. മുളകിൻ്റെ അരി. ആ വെള്ളം കുടിച്ചേ. മോരും വെള്ളം. ശങ്കരിക്കുട്ടി. ശങ്കരി ബാത്റൂമിൽ വേണം. ശങ്കരി കുടിച്ചോ. അത് കുടിച്ചോ. വെള്ളം കുടിക്കേ. വെള്ളം കുടിക്കേ. കഞ്ഞിവെള്ളം കുടി. പാത്രത്തോടു കൂടി കുടിക്കേ. മതിയായിട്ടാ. വെള്ളം കുടിച്ചില്ലല്ലോ. വെള്ളം ഇത് കുടിച്ചോ. ആരെയും പിടികിട്ടില്ല. കുടിക്ക്. ആണെന്നുള്ളതേ ഉള്ളൂ. 2 ദിവസം അടുത്ത് കാണുമ്പോൾ ഒരു പരിചയമുണ്ട് എന്നുള്ളതാണ്. പരിചയഭാവമുണ്ട്. ആദ്യം കാണുമ്പം 2 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം കാണുമ്പോൾ ഒരു അന്യരമുള്ള അപരിചിതരുടെ ഒരു ഭാവത്തിലാണ്. അതുകൂടി എടുത്ത് കഴിക്കുക. 2 ദിവസം കണ്ടു കഴിഞ്ഞ് പിന്നെ ഒരു ആരോ ആണ് എന്നുള്ള തോന്നുന്നു. ഇച്ചിരി കുടിച്ചേ. ചിലർ ഇറങ്ങിപ്പോതാ കഴിച്ചോ. അതുകൂടെ കഴിക്കേ. ഇച്ചിരി കഴിച്ചോ. കഴിക്കേ. ഇതിലൊന്നും കഴിക്കാത്തല്ല. കഴിച്ചിട്ട് നമുക്ക് പോകാനുള്ള. പെട്ടെന്ന് കഴിച്ചോ. വീട്ടിൽ പോയി കുളിച്ചിട്ട് ഒരു അത് ശരി. വളരെ ബിസിയാണ്. ഇങ്ങനെ നേരാണ് വിളിക്കുന്നത്. അമ്മച്ചിയും ഒരു നേരമായിരുന്നു. അറിയോ അറിയോന്ന് മറന്നുപോയ ഉറക്കമാണോ? മാറ്റം കണ്ടില്ലല്ലേ? 91 മാസം ഇടയിലല്ലോ. നിങ്ങൾ രണ്ടുപേരല്ലേ വീട്? അല്ല എല്ലാവരോടും ഒന്ന് ചോദിച്ചു. ആ മാഷോട് വന്നു. അല്ല ചോദിച്ചു വെറുതെ അറിയോന്ന് ചോദിച്ചു. ഞാനല്ല, ഇവർ രണ്ടുപേരല്ലേ അന്ന് വന്നുള്ളൂ. അങ്ങ് വന്നുള്ളൂ. അതാ ഞാൻ ഓർത്തത്. ആ അവിടെ വന്നായിരുന്നല്ലേ. മാഷിങ്ങോട്ട് കയറി വന്നാൽ ആ പട്ടി വരക്കിടുന്നു. ഇപ്പഴാ സ്വരം കിട്ടിയേ. ആരെങ്കിലും പറയണ്ടേ വന്നിട്ടുണ്ടോ, ആള് വന്നിട്ടുണ്ടോ എന്നുള്ളത്. കഴിക്കാമേ. അത് കുടിച്ചോ. അതും കൂടെ കുടിക്കേ. ഞാള് ഇറങ്ങി പോലേണം ആ എന്നാ കഴിക്കണ്ട. ഈ മീനൊക്കെ കഴിക്കേ. വേണ്ട. ആ കറിയൊക്കെ നല്ലതായിരുന്നല്ലോ. അതൊക്കെ കഴിക്കാം. ഈ തോരക്കറി കഴിക്കാൻ പറ്റില്ല. നോക്കി ഇഷ്ടപ്പെട്ടാ. ഇഷ്ടപ്പെട്ടാ. എന്നാ ഇഷ്ടപ്പെട്ടു? നാട് ഇഷ്ടപ്പെട്ടോന്ന് ആ ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ല. നീ ഇതൊക്കെ പട്ടിക്ക് പട്ടിക്ക് കൊടുത്താൽ മതിയോ? എന്നാ എണീറ്റോ. മുഴുവൻ കുടി. അത് മുഴുവൻ കുടി. തൊണ്ടാൻ വരലെന്ന് പറഞ്ഞാലേ. കുടിക്ക്. മതി. അതും കൂടെ കുടി. അതുകൂടെ കുടിച്ചോ. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ പരിപാടി നടക്കില്ല. വേണ്ട. ഇച്ചിരി ഉള്ളു. ഒരു കവളേ ഉള്ളൂ. എന്താ ഒറ്റ കവളേ ഉള്ളൂ. അര കവളേ ഉള്ളൂ. ആ ബാ ഏറ്റവും ബാ. എന്നാ രണ്ട് കൈ കൊടുക്കല്ലോ. സോപ്പൊന്നും മേടിക്കില്ല. വായിൽ വെള്ളം ഒഴിക്കേ. വായിൽ വെള്ളം ഒഴിക്കേ.
വായിൽ കുളിക്കുകയും അത് ലാസ്റ്റ്, അത് അവസാനമാണ്. വായി കൊണ്ടിട്ട് പുറത്ത് പോയൊരു തുപ്പാണ് സാധാരണ. അല്ല അവിടെ നിന്ന് കഴിയിട്ട് ഇവിടെ നിന്ന് തുപ്പും അടുക്കളയത്. അതാണ് നമ്മുടെ പരിപാടി. അതിനാ മോൻ കഴിവുമല്ലോ. മതി. കിടക്കാൻ പോവാണോ? ഇവിടെ ഇരിക്കുവാണോ കിടക്കണോ? എന്നെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ടോ? കിടക്കണം അല്ലേ? മേലെ കഴിക്കുമ്പോഴേ കിടക്കണം അല്ലേ? ഒന്ന് കിടന്നാലോ. കഴിപ്പ് കഴിഞ്ഞൊരു കിടപ്പുള്ളതാണ് എല്ലാം. രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ കഴിപ്പ് കഴിഞ്ഞൊരു കിടപ്പുള്ളതാണ്. കഴിച്ചു കഴിയുമ്പോഴേ ചോദിക്കും ഞാനിവിടെ കിടക്കണേ. ചിലപ്പോൾ ഏറ്റവും ഇവിടെ കുത്തിരിക്കും, ചിലപ്പോൾ ഏറ്റിങ്ങി പോരും. ഇത് നല്ല പൂവുള്ള ബെഡ്ഷീറ്റ്. പിന്നെ ഇത് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ശങ്കരിയോട് പറഞ്ഞു കേട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നലെ അല്ല, കഴിഞ്ഞ ദിവസം. കിടന്നോ? ഇച്ചിരി നേരം കിടന്നോ? പുതയ്ക്കണോ? പുതയ്ക്കണോ? വേണ്ടല്ലേ? ഇപ്പം മുറിക്കണ്ടായി. ചൂടാണ്. എന്നാ ഇച്ചിരി നേരം കിടന്നോ? ശരിക്കും ഇരിക്കോ? ചൂടില്ലല്ലോ ഒന്ന്, അത് വലിയ ചൂടില്ലല്ലോ. ചൂടില്ല. എല്ലാവർക്കും കിടക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാരും ഇല്ലല്ലോ. ഞാൻ കിടക്കണില്ല. ഇവിടെ നിൽക്കരുത്. അമ്മച്ചി അവിടെ കിടന്നു. കിടന്നോ? ഇച്ചിരി നേരം കിടന്നു. കിടന്നങ്ങ് വർഷമായിക്കോ. അതെ, റെസ്റ്റ് എടുക്ക്. ആ അത് ശരിയാ. നല്ല ഉറക്കത്തിലല്ലേ അമ്മേ? ക്ഷീണാണോ? ക്ഷീണാണോ? ഇപ്പം ശങ്കരി അങ്ങനെ തിരിച്ച് ഓസ്ട്രേലിയക്ക് പോകാൻ റെഡിയായിരിക്കുവാണ്. വൈകിട്ടെല്ലാം റെഡിയാക്കി. കുട്ടിയമ്മ ക്ഷീണാണെങ്കിലും ഏറ്റു വരാൻ ശ്രമിക്കുന്നുണ്ട്. ബാ, അവിടെ പോയി ഇരിക്കുന്നുണ്ടോ? അവിടെ പോയി ഇരിക്കുന്നുണ്ടോ? അങ്ങോട്ട് വരുന്നുണ്ടോ? നമുക്ക് ഇച്ചിരി മേലാ. അങ്ങോട്ട് വരുന്നുണ്ടോ? ചേട്ടായിയൊക്കെ പോവല്ലേ? ടോമിയൊക്കെ പോവല്ലേ? വരുന്നില്ലേ? ആ, ഇന്നിച്ചിരേ ക്ഷീണം കൂടുതലായിരുന്നു. ചേട്ടായിയൊക്കെ അങ്ങ് ഓസ്ട്രേലിയക്ക് തിരിച്ചു പോവല്ലേ? ഓസ്ട്രേലിയയിലോട്ട് തിരിച്ചു പോകുക ഇന്ന് വൈകുന്നേരം വൈകിട്ട്. ആ, ഇതാരാ? ചേച്ചി മേല. പനി വന്നിട്ട് ഞങ്ങളെ അങ്ങോട്ട് വിട്ടുപിടിക്കില്ല. പനിയാണോ? പനിയുണ്ട്, ശരീരവേദന. ശരീരവേദന ഉണ്ടോ? മരുന്ന് കഴിച്ചായിരുന്നോ? അത് കഴിച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് 2 പേർക്കുമാണ് ഇപ്പം തോടെ പനി പിടിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നലെ നല്ല ഉഷാറായിരുന്നു. ഇന്ന് ഇച്ചിരി ക്ഷീണമുണ്ട്. അത് ഇതാന്നേ, ഭയങ്കര ക്ഷീണമാണ് ഇതിന് അധികം ആരും കിടന്നോട്ടം തന്നെ കുക്ക് ചെയ്തേ. കിടന്നാലേ റെസ്റ്റ് എടുക്കുന്നതായിരുന്നു നല്ലത്. രാവിലെ കാപ്പി പിടിച്ചില്ല, ബാക്കിയെല്ലാം അത് കഴിഞ്ഞെല്ലാം ഭക്ഷണം കഴിച്ചു. കിടന്നങ്ങ് ഉറങ്ങിപ്പോ, നമ്മളൊന്നും അറിയുന്നില്ല. ശരീരവേദനയുണ്ട്. ഇപ്പോഴത്തെ ഈ ജലദോഷം ഭയങ്കര പ്രശ്നമാണ്. ഇച്ചിരി ക്ഷീണമുണ്ട് അമ്മയ്ക്ക്. ഇന്നലത്തെക്കാലം ഇന്ന് പൊതുവേ മൊത്തത്തിൽ ക്ഷീണമാണ്. എനിക്കും രാവിലെ ആയിട്ട് വരാൻ പാടായിരുന്നു. ഞാൻ പിന്നെ ഏറ്റ് പോയത്. അമ്മയ്ക്ക് പിന്നെ അത്രയും പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് അമ്മ യാത്രയാക്കാനൊക്കെ ഉഷാറാവുമെന്ന് തോന്നണില്ല. ചെറിയൊരു ഇതുണ്ട്. പനിയൊന്നുമില്ല, പക്ഷേ ക്ഷീണമുണ്ട്. ഭയങ്കര ക്ഷീണമാണ്. എനിക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. ചങ്ങയുടെ കയ്യെ മുഴുവൻ കുത്തിവരച്ച് വെച്ചു. മൈലാഞ്ചി കുത്തിവരച്ചു. അല്ലല്ല, അത് ഓരോ ഡിസൈനാണ്. ശങ്കരിക്ക് ഇന്ന് 2 കുത്ത് കിട്ടി. കുണ്ടിക്ക് 1 കുത്ത് കിട്ടി. പിന്നെ ഇവിടെ കിട്ടിയ ഇന്നലെ പോകാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ. ഇന്ന് കൊണ്ടുപോയി. അത് സമഞ്ഞിട്ട് വിളിച്ച് വൈകുന്നേരം ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കൊണ്ടുപോയി. ആ, പോയി മരുന്ന് മേടിച്ചു. ഇനിയിപ്പോൾ വണ്ടിയായിരുന്നു, ഫ്ലൈറ്റായിരുന്നു, എല്ലാം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അടുക്കള ചാടിക്കറുമോ ഇതല്ലേ? ഇന്നെവിടെയായിരുന്നു പണി? ശ്രീമംഗല. മറ്റേ കടുത്തുരുത്തിയിലെല്ലാം കഴിഞ്ഞോ? തീർന്നിട്ടില്ല. ഇല്ലല്ലേ? അത്യാവശ്യം പരിപാടികളെല്ലാം.
വേറെ 7400 ഒരു കുത്തി വരച്ച് കൈയെല്ലാം വൃത്തിയിടാക്കുന്നത്. വേറെ വണ്ടി ട്രാക്സറാ പോണേ. ട്രാക്സ് അതുകൊണ്ടപ്പോ അല്ലല്ല ഇത് മജീര അല്ല അത് ഇതല്ലേ ഇത് മറ്റേ ഇവിടെ സ്കൂൾ വണ്ടി ഇവിടെ 4.5 മണിക്കൂർ. 4.5 മണിക്കൂറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നല്ലേ 8 മണിക്കൂർ നടക്കുമല്ലേ. 5-8 മണിക്കൂർ പോയിട്ട് മടുത്തോ? ഞങ്ങളൊന്നും മടുത്തില്ല. ഞങ്ങൾ ഭയങ്കരത്തില്ല. അതെ ഇവരെ പോലെ പേടിച്ച് തൂറി ഫ്ലൈറ്റ് ചത്തു പോകുന്നവർക്ക് നമ്മൾ ഇരിക്കുമോ? ഞാനിതിനു മുമ്പ് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. 5 ട്രിപ്പ് യാത്ര ചെയ്തു. ദൂരയാത്ര നമ്മൾ ആ പാടെ നമ്മൾ പെട്ടുപോയത് ഇങ്ങനെ പോന്നപ്പം കോലാലംപൂരിൽ നിന്ന് ഗേറ്റ് കണ്ടുപിടിക്കാൻ പാട് വിട്ടു മാത്രം. ആ ഒരു സമയത്ത് അത് പോയാ പാടി വിട്ടു. അത് ഗേറ്റ് ബസ് കയറി പോണായിരുന്നു. അത് ഒത്തിരി ദൂരം നടക്കണേ, 2-3 കിലോമീറ്റർ നടക്കണം. അത് പിന്നെ എറണാകുളത്തെ പയ്യനുണ്ടായിരുന്നുകൊണ്ട് അവന് ചോദിച്ചു പുറകെ വരാൻ പറഞ്ഞു. അത് അങ്ങോട്ടുള്ള ആൾക്കാരായിരുന്നു മൊത്തം. അല്ല മുഴുവൻ മലയാളികളായിരുന്നു അങ്ങോട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോരുന്ന മുഴുവൻ മലയാളികളാണ്. ഏരണ്ടിക്ക് അങ്ങനെ അധികം പോർച്ചുകാരില്ലല്ലോ. ഏരണ്ടി ഇരുന്ന അധികം കാര്യമില്ല. പൈസ കുറച്ച് വരുന്നുണ്ട്. അല്ല കുത്തിരിക്കുക കിടക്കുന്ന പ്രാർത്ഥിക്കുന്നത്. കൊന്തയിലിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചോട്ടോ. ഞാനിവിടെ വന്നതാ അമ്മച്ചെ കാണാൻ. ആയാകുടിയിലെ ജെസ്സി ആണോ? സുഖ ഇല്ല. അമ്മച്ചി വന്നിട്ടില്ല. ഇല്ല ഇല്ല നടക്കാൻ മേലല്ലോ. പള്ളിയിലും പോകുന്നില്ല. പ്രായമായിപ്പോയി. കാലും കൈയെല്ലാം കുഴഞ്ഞു പോവുക. കാലുവേദനയൊക്കെ പോയോ? അതൊക്കെ അങ്ങനെ കിടക്കും. പെട്ടെന്നൊന്നും പോയില്ല. പ്രായത്തിന്റെ വേദനകളല്ലായിരുന്നു. ടോമി പോവുകയാണോ? ടോമി ഓസ്ട്രേലിയക്ക് പോവുകയാണോ? ടോമി മോൻ എന്നാന്ന് അറിയത്തില്ല. ഇന്ന് പോവുക പറഞ്ഞോ? അല്ലേ? ഇന്ന് പോവുക പറഞ്ഞായിരുന്നു. അമ്മച്ചി മറന്നുപോയതാ. ഞാൻ പോണില്ലല്ലോ. അല്ല നമുക്ക് കാണാം അവര് പോകുന്നത്. പിന്നെ കാണണം. പ്രാർത്ഥനയില്ല പ്രാർത്ഥനയല്ല എല്ലാവരും കാര്യമാക്കുന്ന ആളൊന്നും വേണ്ടല്ലോ. തടസ്സമൊന്നുമില്ല. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അത്യുന്നത സംരക്ഷത്തിൽ വസിക്കുന്നതിന് സർവസ്വത്തിന്റെ തന്നിൽ കഴിയുന്നതിന് കർത്താവിനോട് എന്റെ സങ്കേതത്തെ എന്റെ കോട്ടയിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്റെ ദൈവം എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടന്റെ കണിയിൽ നിന്ന് മാറിയ മക്കാമാറ്റുകൊണ്ടത് നിന്നെ മറിച്ചോളും. തന്റെ ചെറുകടിയിൽ നിനക്ക് അപ്പയെന്ന് അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പരപ്പുറത്തുന്ന സത്യം നീ പരിപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടിച്ചു വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം. നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് കണ്ണുകൾ സംഭവിക്കില്ല. ദുഷ്ടർക്ക് കല്ല് നിന്റെ കണ്ണുകൊണ്ടുതന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിന് നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയെ ഭവിക്കില്ല. ഒരെണ്ണർക്കോ നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ
നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ അണലിനെ നീ ചവിട്ടി നടത്തുന്നു, യുവസിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിന്റെ തൊട്ടിൽ നിൽക്കുക, ഞാൻ അവനെ രക്ഷിക്കുന്നു. അവനെ നാം അറിഞ്ഞ് ഞാൻ അവനെ സംരക്ഷിക്കും. അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവൻ ഉത്തരമരുളുന്നു. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സുള്ളവരെ ഞാൻ അവനെ സംരക്ഷിക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. എത്രയും ദയുള്ള മാതാവേ, എൻ്റെ അമ്മ, എൻ്റെ സങ്കേതത്തിലൂടെ സഹായം തേടി ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചിട്ടില്ല. നീ അവസരമായി ഞങ്ങളുടെ രാജ്ഞായ ദയുള്ള മാതാവ്, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ ഭാഗത്തിൽ ഞാൻ അണിയുന്നു. നെടുവപ്പെട്ട് തന്നിട്ടുള്ള ഭാവിയായി ഞാൻ നിന്റെ ദേഹത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ചു വന്നിട്ട് മാതാവേ, എൻ്റെ അമ്മ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ. ആമേ. എൻ്റെ ഈശോയെ, നീ മക്കളെ അവസരിക്കുന്ന വാഹനങ്ങളിലെല്ലാം കത്താണ്ട് തിരുരക്ഷത്തെ കോട്ടരക്ഷ സംരക്ഷിക്കുന്നു. അമ്മയുടെ നിന്റെ മേലെ കാത്തുവെച്ച് ഒതുങ്ങിപ്പിക്കുന്നു. ചങ്കിരി പോവാ കേട്ടാമേ. പോവാ കേട്ടോ, ഞങ്ങളെ പോവാന്നേ ഓസ്ട്രേലിയക്ക്. പോവാണ് അങ്ങോട്ടാ ഓസ്ട്രേലിയക്ക് പോവാണ്. ജോലിയല്ലോ പോകാൻ വരികയല്ല, വരണം നമ്മ പറഞ്ഞാൽ മതി. എന്താ വന്നെ അമ്മ പറയുമ്പം വരാം. അമ്മ വരാൻ പറഞ്ഞാൽ വരും. നിങ്ങൾക്ക് അറിയത്തില്ല ചുമ്മാടോന്നോട്ടോ. ഇല്ലെന്നേ, നമുക്ക് അറിയത്തില്ല. അമ്മയ്ക്ക് എപ്പം വരണമെന്ന് എപ്പം കാണണമെന്ന് തോന്നണം അപ്പം പറയുക. അപ്പം ഞങ്ങൾ വരും. അതിപ്പോൾ അതിന് മാത്രം ദിവസം താമസിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇവിടെയല്ല താമസത്തിനുള്ള സൗകര്യങ്ങൾ, അവിടെയൊക്കെ വല്ലതും ഉണ്ടോ? ഒന്ന് പോകാൻ വരികയും ചെയ്യുന്നല്ലാതെ വേറെ ഒരു സൗകര്യം പോരുന്നില്ല ഞങ്ങളിവിടെ. എന്തോ ഓസ്ട്രേലിയക്ക് പോരുന്നില്ലല്ലോ. ഇല്ല. ഇല്ലേ, നേരെ അതിനകത്തോണ്ടാണോ ഫ്ലൈറ്റിലൊക്കെ നടക്കത്തേക്കൊന്നുമില്ല. നടക്കൊന്നും വേണ്ട, ഫ്ലൈറ്റിൽ കയറി ഇരുന്നാൽ മതി. ഫ്ലൈറ്റിൽ ഇരുന്നാൽ മതി, വിമാനത്തിൽ ഇരുന്നാൽ മതി. വിമാനത്തിലല്ലേ പോകും. അതും പാടാം. പ്രായം കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. പിന്നെ തലകറക്കം പോലെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവന്നുള്ള കാലത്ത് വന്നിട്ടൊന്ന് തോന്നില്ല. പ്രായം കഴിയുമ്പം പിന്നെ നമുക്ക് പ്രായം കൂടുതലാകും, ഓരോ കൂട്ടത്തിൻ്റെ കുറവുണ്ടാവും. അതാ ശരിയാ. പിന്നെ അത് മേടിയെടുക്കും, കഴിക്കൊന്നും നടക്കുകയില്ല. അതായത് പെട്ടെന്നൊന്നും കുറയില്ല. അപ്പോഴും മമ്മി ഇവിടെ ഇല്ല. ഉണ്ടല്ലോ, ഇത്രയും പേര് ഇത്ര പപ്പമാരായിരിക്കുന്നത്. ഇത്ര പപ്പമാരായിരിക്കുന്നത്. മമ്മിമാർ തന്നെ അകത്തുണ്ട്, ഇവിടെ ഉണ്ട്. വണ്ടിയിൽ പോയെങ്കിൽ ഒരു അന്തോ ബന്ധോ ഇല്ലാതെ സത്യമില്ല. എവിടെയാ പോണ്ടേ? ഇപ്പം പോകാനിരിക്കുന്ന ഓസ്ട്രേലിയക്കാ. ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട്? ആ, വണ്ടി വരും കേട്ടോ. വണ്ടി വരുമ്പോൾ വണ്ടിയെ കൊണ്ട് എറണാകുളത്ത് കൊണ്ടേ ആക്കണം. അവിടുന്ന് അവർ വിമാനത്തെ കയറി പോവും. ആ, ഇവിടെ നിൽക്കണോണ്ട് അവിടെ പോകുന്നതിനെ കാണത്തില്ല. ഇനി അവരെ കണ്ടിട്ടെന്നാ കാര്യം? നമുക്ക് വഴിയാ പോണോ? നമ്മൾ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അറിയണ്ടേ അല്ലേ ആരൊക്കെയാ പോകണമെന്നൊക്കെ ഒന്ന് അറിയണ്ടേ അല്ലേ? പിന്നെ മനുഷ്യനെ മനസ്സിലാക്കണം. എന്തോന്നെന്തോ കാര്യം നോക്കിയാലും ഭയങ്കര ചൂടാണ്. വൈകുന്നേരം ആയപ്പോൾ ചൂടായി. രാവിലെ അത്രയും ചൂടില്ലായിരുന്നു. ആ, രാവിലെ നല്ല തണുപ്പായിരുന്നു. അല്ല, ഇപ്പോൾ ഒരു 6:30 ആകുമ്പോൾ തണുപ്പാന്നേ. വണ്ടി ഓടിക്കും, ബൈക്ക് ഓടിക്കുമ്പോൾ നല്ല തണുപ്പാ. ആരൊക്കെയാ? രണ്ട് മമ്മിമാരാ അവിടെ ഇരിക്കുന്നത്.
ആരാ? രണ്ട് മമ്മിമാര്. രണ്ട് മമ്മിമാര്. മമ്മിയില്ലേ, പപ്പായും മമ്മിയില്ലേ, അതിലെ രണ്ട് മമ്മിമാർ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലാക്കാൻ പറയാം. ലീലാമെന്ന് വിളിക്കുമ്പോൾ ഒരു വയസ്സായ ലുക്ക അല്ലേ? അമ്മയ്ക്ക് പെർമിഷൻ വിളിക്കാൻ എളുപ്പം സുഖനെന്നാണ്. ഞാൻ സൂര്യന്റെ ആവുമ്പോ വന്നപ്പോ തൊട്ടാണ് പിള്ളേര് അവരെ സൂനാന്റിന്നാ വിളിക്കുന്നത്. ഞാൻ രണ്ടും വിളിക്കും. അവിടെ ചെന്നിട്ട് റെസ്റ്റോ അതെന്നാ ഇവിടെ മൂന്നാറൊക്കെ പോയിട്ട് ശങ്കരിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്നേ അല്ലേ? ശങ്കരിക്ക് 3-4 ദിവസമായിട്ട് ഉറക്കാൻ പറ്റിയില്ല. ശങ്കരിക്ക് പോവാ കേട്ടോ. ആ വണ്ടി വരുന്നുണ്ട്. ഇവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും കളറൊക്കെ അടിച്ചു അല്ലേ? പെയിന്റ് ഒക്കെ അടിച്ച് നടക്കാം. അവിടുന്ന് വരുമ്പോഴെങ്ങനെ വരേണ്ടത്? പക്ഷെ നേരെ തിരിച്ചാ കൊച്ചു പോണത്. ഇവിടെ നിൽക്കാം, എന്നിട്ട് ഇവിടെ പഠിക്കാം. പോട്ടെ അവിടെ ഉറക്കാൻ നടത്താൻ പോട്ടെ ചെടെ പോരടാ. എന്നാലും പോന്നോളൂടാ, പോന്നോളൂ. കേട്ടാ മതിയാ ചേട്ടാ? അടുപ്പിക്കണം വേണമെങ്കിൽ, എങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആളധികം പേരില്ല. ആരൊക്കെ പോരുന്ന ആരൊക്കെ ഉണ്ട്? ആരൊക്കെ പോരുന്നവരുണ്ട് വേറെ? നീ വരുന്നുണ്ടോ? അപ്പൊ സാവ് പോരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് സീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ലഗേജ് കയറ്റുന്നേ. വലിയ വെട്ടി ആദ്യം കയറ്റാൻ പറ്റും. ഇത് പിടിച്ചോണ്ട് അത് വിട്ടുവരാനേ. ഇല്ലല്ലോ, ലഗേജ് കയറ്റുന്നല്ലേ ഉള്ളൂ. കേറുമ്പോ നമുക്ക് അവിടെ അവിടെ പോയി ജോലിയൊക്കെ ചെയ്ത് തിരിച്ചു വരാം. ഇല്ല, 1 വർഷമൊക്കെ കഴിയുള്ളൂ. ഇല്ല, ഇത് ഇട്ടോണ്ടാണ് പോണേ. അത് ഇട്ടോണ്ട് പോകണം. ഷൂ ഇല്ല. ഇപ്രാവശ്യം ഞാൻ വേറെ ഒരു ഡ്രസ് മരുന്നൊക്കെ അതെല്ലാം കഴിക്കാൻ പോവാ. ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കഴിക്കാൻ നോക്കും. ഭക്ഷണം കഴിപ്പില്ല, അവിടെ പുറകോട്ടാ കേട്ടാ. നമ്മുടെ ഇരുത്തം ഇവിടെ ഇരുന്ന് പറഞ്ഞു ക്ഷീണം ഉണ്ടെന്നേ, നല്ല ക്ഷീണം. പനി ഒരു രക്ഷയില്ല, എനിക്കും ക്ഷീണമാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാം വിട്ടു പോകും. അവർക്ക് ഇംഗ്ലീഷ് മലയാളം എഴുതാൻ പഠിക്കുന്നതാണ്. ഒരു ദിവസം കൊണ്ടൊന്നും പഠിച്ചു നടക്കി. ഇവിടെ നിന്ന് 1 മാസം കളരി ചേർന്ന താഴെ കൊണ്ടോട്ടാ മതി. വിമാനം ഓടിക്കൊണ്ടത് കളരി, വിമാനം വിവരവും പൊക്കൊണ്ടിരുന്ന കളരി. മലയാളം പഠിക്കാഞ്ഞിട്ടാണ്, എഴുതാൻ പഠിക്കാഞ്ഞിട്ടാണ് പ്രശ്നം. അതെ, അല്ല ഇനി ശ്രമിച്ചു കഴിഞ്ഞാലാവും. പിന്നെ നീ എളുപ്പാ പഠിക്കാൻ. പാടായിരിക്കും, ഒരു പാടുമില്ല. പഠിക്കാൻ തീരുമാനിച്ചു. അതെ, അത്രയേ ഉള്ളൂ. ചേച്ചി റെഡിയാകാൻ പോയതാ സൂനെ. ആ
സോന ആദ്യമായിട്ടായിരിക്കുവാണ് ഇവിടുന്ന് എയർപോർട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്, നമ്മളെല്ലാരും ഓർക്കുന്നുണ്ടോ? ആ, അന്ന് പോയതാ എല്ലാരും. ആണോ? ഞാൻ ഓർക്കണില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. ആണോ? നമ്മളെല്ലാരും പോയി, ഫാമിലി കൂടി പോയി. പിള്ളേര് വേറെ പോകുന്നില്ല, വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോയി. പിള്ളേര് രണ്ടും പോകുന്നു. അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴാ? അച്ഛൻ വന്നപ്പോഴാണോ? അപ്പം 18 വന്നപ്പോ? അങ്ങനെ 18-ലാണോ? അതിന് മുമ്പാണ് എന്റെ വിശ്വാസം. ഏതോ കുഞ്ഞായിരുന്നു, ശങ്കരി കുഞ്ഞായിരുന്നു. ഇതിങ്ങളൊക്കെ ചെറിയ കുഞ്ഞായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല. അല്ല, ഞാൻ മോളി ചേച്ചിയുടെ വീട്ടിൽ പോവാ, അവിടെ മടത്തി. ആ, മടത്തി പോയല്ലേ? ശരിയാ. കയറിയിട്ട് അവിടെ ഫുഡ് കഴിച്ചിട്ടാണ് എയർപോർട്ടിൽ പോയത്. മോളി ചേച്ചി, മോളി സിസ്റ്റർ ആണ് കേട്ടോ. അവള് മദ്രാസിലാണ്, കാണാൻ പറ്റിയില്ല. എൻ്റെ പേര് മിസ്സിങ്. ജോയിച്ചേട്ടനും ജോയിച്ചേട്ടനും വന്നില്ല. അവർ രണ്ടുപേരും മാറി മാറി സിക്കായിക്കൊണ്ടിരിക്കുക. ചുമയും പനിയും ചുമയും പനിയും. ഒരാളുടെ ചിത്രം പഠിച്ച ആൾക്ക് നിശ്ചയിച്ചാലും വന്നില്ല ചോദിച്ചേട്ടൻ. ഒന്നിനും വന്നില്ല. അസുഖമായിട്ട് എനിക്ക് എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി വന്നോ? സൂന വന്നോ? ചേച്ചി ഇതാരൊക്കെ കേട്ടോ. അതെ, ചേച്ചി നോക്കിയില്ല. ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? ഞാൻ നീ അവിടെ ഒരു ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി അവനെ വിളിച്ചിട്ട്. അപ്പം അവന് ഇംഗ്ലീഷ് ആവും. ഇത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയല്ലടാ. നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയാ. അതെ, അവരിപ്പോ ഒരു ഹഗ് കൊടുത്തു. നോ പ്രോബ്ലം, യുവർ സിസ്റ്റർ. അമ്മച്ചി, ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. എങ്ങോട്ടാ? ഓസ്ട്രേലിയക്ക്. ആണോ? എങ്ങോട്ടാ? അമ്മച്ചി പോരുന്നുണ്ടോ? അതെനിക്ക് എന്നാ വന്നേ? അടുത്ത് തന്നെ വരും. ഇന്ന് വരുമോ? ഇന്ന് വരികയല്ല, ഇന്നങ്ങ് പോവല്ലേ? ഇന്നങ്ങ് പോവല്ലേ? പിന്നെ അങ്ങോട്ട് ചെല്ലുമല്ലേ? നാളെ വരുമോ? അവിടെ എത്ര ദിവസം? കുറച്ചാൾ താമസിക്കണം. അവിടെയല്ലേ ജോലി? ആണോ? ജോലിയൊക്കെ അവിടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റിയല്ലേ? അത് സ്ഥിരം അവിടെയാണല്ലോ. എല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണോ? അവിടെ വീടൊക്കെ ഉണ്ട്. കാലാവസ്ഥയൊക്കെ ഇവിടുത്തായിരുന്നു. എന്നാ പോയിക്കോട്ടെ, പോയി വരട്ടെ. ഞാൻ പോയിട്ട് വരാൻ വെച്ചേ. വിളിച്ചുമ്പോ പോയിട്ട് വരാം കേട്ടോ. എന്നാ വന്നെ? ഞങ്ങൾ ഓടി വരും കേട്ടോ. ഇന്ന് വരത്തില്ല, വരാം. ഇന്ന് വരികയല്ലേ? ഇന്ന് വരത്തില്ല, ദൂരെയല്ലേ. ഇറങ്ങിയേക്കാം. വണ്ടിക്ക് വേണ്ട എല്ലാരും അവര് കൊണ്ടുവിടാൻ ഞങ്ങൾ വരുന്നുണ്ടല്ലോ. ആൽബിനെ അലുവും വരുന്നുണ്ട്. നീ അങ്ങോട്ട് വരുമല്ലേ? അവൻ പോരുന്നില്ല. ഇപ്പം കംപ്ലീറ്റ് മാറ്റി. അവർക്ക് ഒരു കൊടുക്കേണ്ട അവസരങ്ങൾ. നിങ്ങൾ നിങ്ങൾ വരുന്നുണ്ടോടി? ചേട്ടാ വരുന്നില്ല. ചേട്ടാ, സോമചേട്ടൻ ചേച്ചി നെക്സ്റ്റ് ടൈം കാണാം. അടിച്ചുറപ്പിക്കുക. നമുക്ക് പോകാം. അവര് പോകും, അവർക്ക് ടാറ്റ കൊടുത്തുവിടാം. അവര് പോയിട്ട് ഇനിയിപ്പോ വന്നോളും. നീ വരുന്നുണ്ടോ? എന്നാ കയറി. അളിയും കയറിയോ? ആ, അളിയ നേരത്തെ കയറി സീറ്റ് പിടിച്ച. അളിയും അളിയും കയറി സീറ്റ് പിടിച്ചു വിളിക്കാൻ. ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി. ഹാപ്പിയായിട്ട് ഞങ്ങളെ ജേർണി ആയിരിക്കുക. ഹാപ്പിയല്ല, ചായയാ. കുട്ടിയായിട്ടിരിക്കട്ടോ. നമുക്ക് പാടാം. അമ്മ പോരാൻ റെഡിയാ. അമ്മേ, വേറെ ദിവസം കൊണ്ടുപോകാം കേട്ടോ. ഇവര് ഓസ്ട്രേലിയക്കാ പോണേ. ഓസ്ട്രേലിയക്കാ പോണേ.
എവിടെയെന്നാ ഫ്ലൈറ്റേ കയറി ഇവിടെ അവിടെയല്ലേ താമസിക്കുന്നേ? അവിടെയല്ലേ താമസിക്കുന്നേ? വിമാനത്തെ കയറി പോണം. അവിടെ വരുവാ, ഇത് വേറെ എങ്ങാണ്ട് പോവാ, ടൂറിന് പറഞ്ഞാ അവിടെ വരുവാ. നമ്മൾ അങ്ങോട്ട് പോവല്ല, നമ്മൾ എയർപോർട്ടിൽ പോവാ. ഇന്ന് പോവല്ലേ? ഇവരെ ചേട്ടായനെയും ചേച്ചിനെയും ശങ്കരിനെയും നമുക്ക് എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോവാ ഞങ്ങള് കേട്ടോ. ടോമീനെയൊക്കെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോവാ. വേറെ എങ്ങും പോവല്ല. യോമോൾ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ? യോമോൾ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ? ഞങ്ങൾ പോയിട്ട് ഉടനെ തിരിച്ചു വരും. 2 മണിക്കൂർ കഴിയുമ്പോൾ വരും കേട്ടോ. നമ്മളിവിടെ ഇരുന്നാ മതിയെന്ന്. നമ്മുടെ പനിയൊക്കെ ഒന്ന് കുറയട്ടെ, എന്നിട്ട് നമുക്ക് പോവാം കേട്ടോ. പനിയൊക്കെ കുറയട്ടെ, എന്നിട്ട് പോവാം. കൊച്ചിന്റെ തലമുടിയില്ല അമ്മയ്ക്ക് ഇപ്പോഴും നോട്ടം കേട്ടോ. ചുമന്ന് ചെമ്പിച്ച് നാശമായിട്ടിരിക്കുന്നു. രാത്രി അമ്മ ഉറങ്ങുമല്ലേ? എല്ലാവർക്കും ടാറ്റ. ഈശോയുടെ മക്കൾക്ക് കൊടുക്കല്ലേ. ഈശോയുടെ തൃക്കയിൽ എല്ലാവരും താങ്ങിക്കൊള്ളുന്നു. ആരും വിട്ടുപോകല്ലേ. എല്ലാം എൻ്റെ ഈശോയുടെ കവക്കലാണ്. ഈശോ കൈത്താക്കായി താങ്ങിയ പിന്നെ ഒന്നും ഭയപ്പെടണ്ട. പിന്നെ ഞങ്ങൾക്ക് ധൈര്യമാണ്. പിന്നെ ഞങ്ങൾ ഈശോയുടെ അടുത്താണ്. പിന്നെ ഈശോ ഞങ്ങളെ കാത്തോളും. വേറെ ആരെല്ലാം വന്നാലും ഞങ്ങൾക്കൊരു ദോഷവും വരികയില്ല. അത് മതി ഞങ്ങൾക്ക്. ഈശോനിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ പോയിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ വരും കേട്ടോ. 2 മണിക്കൂർ കഴിയുമ്പോൾ വരും. നേരം വെളുക്കുന്നതിന് മുമ്പ് വരും കേട്ടാ. അമ്മ കിടന്നോ, കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്നോ. ചേട്ടായിക്ക് പോകുന്നുണ്ടോ? നീ അറ്റത്തിരിക്കണോ? സമചേട്ടൻ പോരുന്നുണ്ടോ? സീറ്റുണ്ടേ? സീറ്റുണ്ട്. ആണോ? എന്നാ പിന്നെ ഒരാളേക്ക് വരാൻ. നിങ്ങളവിടെ ഞെങ്ങിയിരിക്കണ്ട. വാ, 3-4 പേര് അവിടെ ഞെങ്ങി കൂടി ഇരിക്കണ്ട. എങ്കിൽ ഒരു സംഗതി അവിടെ ഇരുത്താം, വണ്ടി ഇരുത്താം. വാ, ഇത് ഞെങ്ങി കൂടി ഇതിനകത്ത് ഇരിക്കുന്നത്. അല്ല, AC ഒന്നും അല്ലാത്ത വണ്ടിയല്ലേ. കുറേ ഇരിക്കുന്നവരൊന്നും വെട്ടം ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല ശരിക്കും കേട്ടോ. ബാഗിനിടയ്ക്ക് 3-4 പേര് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ 6:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം എത്രയായി? 8:45. 1.5 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിൽ വന്നുകൊണ്ടിരുന്നത് നമ്മളാണിപ്പം ഈ 2-2.5 മണിക്കൂർ കൊണ്ട് എത്തുന്നത്. കാരണം വഴിയിലെല്ലാം അതുപോലെ ബ്ലോക്കും ബഹളമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടിയുടെ ബഹളം എല്ലാം കൂടെ. അവനെ വിളിക്കേ ചെറുപ്പം കുരിപ്പേ. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ ഇനി ഒരു ഭക്ഷണം കഴിച്ച് കയറിയില്ല പിന്നെ കയറ്റം നടക്കുകയല്ലോ. ഭക്ഷണം കഴിപ്പ് നടക്കുകയില്ല. അതുകൊണ്ട് കയറിയാണ്. വാ സമയം കളയല്ല. വാ, എല്ലാവർക്കും കൂടി ഒരു ടേബിൾ ഒരുമിച്ച് കിട്ടി. അതുകൊണ്ട് മസാല ദോശ, നെയ്റോസ്റ്റ്, എന്നാ പറഞ്ഞ ഭട്ടൂരയോ അതിൻ്റെ സാധനം ചന ഭട്ടൂര അതിന്. ഇപ്പം ഇവിടെ കൊണ്ട് കൊടുത്ത സാധനം. അപ്പം ഞങ്ങളുടെ നെയ്റോസ്റ്റ് എല്ലാം വന്നു. നെയ്റോസ്റ്റ് ഞങ്ങൾ
നെയ്റോസെ പിടിക്കുകയാണ്. ബാക്കിയുള്ളവർക്കൊന്നും വന്നില്ല. പട്ടൂര അവർക്കവിടെ മസാല ദോശ വന്നു. ഞാനത് കഴിക്കുന്നു. തിരികെ വണ്ടിയിലോട്ട് കയറുകയാണ്. നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇനി പെട്ടിയൊക്കെ എടുക്കാം. ട്രോളിയൊക്കെ എടുത്ത് വെച്ചു. അതിലോട്ട് വെച്ചോ. ചുവന്നോണ്ട് നടക്കണ്ടെന്നേ. തിരിച്ചു പോയി. വട്ടം പോയി. പെടത്തി എല്ലാം പറക്കി വെച്ചു. അതാ കനമുള്ളത്, വലിയ കനമുള്ളതാ. ഇനി ഒരെണ്ണം ഇല്ലേ? അതവിടെ പോയി, അതിലോട്ട് പോയി. ബാഗ് ഒരെണ്ണം വേണമെങ്കിൽ നോക്കാം. അത് അടിയിലോട്ട് വട്ടം, അതുപോലെ തന്നെ വട്ടം പോയി. പെടത്തിയിട് അല്ല മറ്റേ മോളി നോക്കാൻ പറ്റാതെ വരുമായിരിക്കും. അത് പെടത്തിയിട്ടേ അത് വിരിയല്ലേ മറ്റേ പെടത്തിയിടാനേ. ഇത് പെടത്തിയിട്. ഇരിക്കോ? എന്നാ കുഴപ്പമില്ല. ഇരിക്കുമെങ്കിൽ കുഴപ്പമില്ല. ബാഗ് വേണേൽ വെറുതെ നോക്കാം കേട്ടോ. കൺകാരിയെല്ലാം എടുത്തല്ലോ, ഒന്നും എടുക്കാനില്ലല്ലോ. എല്ലാ സാധനം എടുത്തില്ലേ? പനുവും ജോസിയൊക്കെ വരുന്നുണ്ട്. ഈ സൈഡിലോട്ട് മാറ്റി. എയർപോർട്ടിൽ നല്ല തിരക്കാണല്ലോ. കിട്ടനെ കൊണ്ടാക്കാൻ വന്നപ്പോൾ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ ഓടി ഇവിടെ ഒന്ന് കെട്ടിപ്പിടുത്തം കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ ഡിവൈൻ്റെ ഇവിടെ ഉണ്ടെന്ന് പറയാൻ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് കണ്ട് പെട്ടി തള്ളി നല്ല പരിചയമുള്ളതുകൊണ്ടേ തള്ളി പഠിച്ചോ. വേണമെങ്കിൽ തള്ളി പഠിച്ചോ. പെട്ടി തള്ളി പഠിച്ചോ. ഇവര് തള്ളി പഠിച്ച് 2-3 ട്രിപ്പ് പോയോണ്ട്. അതാ മാറിക്ക് ഓട്ടെ. അതെ അവിടെ തള്ളി പോയി ഇപ്പൊ ഓർമ്മയായി പോയി. അത് പോണെന്നുള്ളോ വിചാര. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഹായ് എന്ന് കാണും. ശങ്കുക്കുട്ടിക്കൊന്നുമില്ലല്ലോ. ശങ്കരിയുടെ സെപ്പറേറ്റ് അല്ലേ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.